അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ വായനക്കാരെ, കാലത്തിന്റെ പ്രവാഹത്തിൽ നമ്മൾ എത്രയോ മാറ്റങ്ങൾക്ക് സാക്ഷികളായിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഓർക്കുമ്പോൾ അത്ഭുതം തോന്നും, ഒരു കാലത്ത് നമ്മൾ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് എത്രത്തോളം മാറിമറിഞ്ഞിരിക്കുന്നുവെന്ന്. നമ്മുടെ ചെറുപ്പകാലത്ത് മദ്രസയുടെ വരാന്തകളിൽ ഇരുന്നപ്പോൾ ഉസ്താദുമാർ പറഞ്ഞു തന്ന ചില പാഠങ്ങളുണ്ട്. സിനിമ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതും ഫോട്ടോയിൽ നോക്കുന്നതും വലിയ പാപമാണെന്നും അത് നരകത്തിലേക്കുള്ള വഴിയാണെന്നും അന്ന് നമ്മൾ വിറയലോടെ കേട്ടുപഠിച്ചു. നമ്മുടെ കുഞ്ഞു മനസ്സുകളിൽ അതൊക്കെ മായാത്ത മുറിപ്പാടുകളായി ഇന്നും കിടപ്പുണ്ടാകാം. എന്നാൽ ഇന്ന് കാലം മാറി. അന്ന് നമ്മുടെ മുന്നിൽ നിന്ന് ആ പാഠങ്ങൾ പറഞ്ഞു തന്ന അതേ ഉസ്താദുമാർ തന്നെ ഇന്ന് സോഷ്യൽ മീഡിയയുടെയും വീഡിയോകളുടെയും ലോകത്ത് സജീവമായി ഇടപെടുന്നു. അന്ന് ഹറാമാണെന്ന് പറഞ്ഞ അതേ വിരൽത്തുമ്പുകൾ ഇന്ന് സ്മാർട്ട് ഫോണിലെ സ്ക്രീനിൽ ചലിക്കുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ കാണാൻ സാധിക്കും? ഇത് മാറ്റമാണോ, അതോ പണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളിൽ വന്ന പിഴവാണോ? മാറുന്ന ലോകവും മനുഷ്യന്റെ മാറുന്ന ചിന്താഗതികളും തമ്മിലുള്ള ഒരു വലിയ ആത്മീയ പോരാട്ടത്തിന്റെ കഥയാണിത്. അന്ന് പേടിയോടെ മാറ്റി നിർത്തിയ പലതും ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിയത് എങ്ങനെയാണെന്നും അറിവുകൾ എങ്ങനെയാണ് കാലത്തിനനുസരിച്ച് പുതുക്കപ്പെടുന്നതെന്നും ഈ കഥയിലൂടെ നമുക്ക് ചിന്തിക്കാം. ഹൃദയം തൊടുന്ന ചില സത്യങ്ങളിലേക്കും പഴയ കാലത്തെ മദ്രസ മുറ്റത്തെ ഓർമ്മകളിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നടക്കാം. പഴയ കാലത്തെ ഒരു ഗ്രാമം, അവിടെ ചെറിയൊരു മദ്രസ. അന്ന് ഉസ്താദുമാർ പറഞ്ഞു കൊടുത്തിരുന്ന ഒരു കാര്യം സിനിമ കാണുന്നതും ഫോട്ടോ എടുക്കുന്നതുമൊക്കെ വലിയ തെറ്റാണ് എന്നായിരുന്നു. ആ രൂപങ്ങൾ കാണുന്നത് ഹറാമാണ്, അത് നമ്മളെ നന്മയിൽ നിന്ന് അകറ്റും എന്ന ആവേശത്തോടെ അവർ പഠിപ്പിച്ചു. അന്ന് മദ്രസയിൽ പോയിരുന്ന കുട്ടികൾ പേടിയോടെയും ആകാംക്ഷയോടെയുമാണ് ആ വാക്കുകൾ കേട്ടിരുന്നത്. കാലം അതിന്റെ ചക്രങ്ങൾ വേഗത്തിൽ ചലിപ്പിച്ചു. മണ്ണെണ്ണ വിളക്കിന്റെ വെട്ടത്തിൽ നിന്ന് ഗ്രാമം മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിലേക്ക് മാറി. പണ്ട് ഫോട്ടോ എടുക്കുന്നതിനെ എതിർത്ത അതേ മണ്ണിൽ ഇന്ന് എല്ലാവരുടെയും കയ്യിൽ ക്യാമറയുള്ള ഫോണുകളുണ്ട്. കഥയിലെ നായകൻ വർഷങ്ങൾക്ക് ശേഷം തന്റെ പഴയ ഉസ്താദിനെ കാണാൻ ചെല്ലുകയാണ്. പഴയ ആ കർക്കശക്കാരനായ ഉസ്താദ് ഇന്ന് ഒരു കസേരയിലിരുന്ന് തന്റെ സ്മാർട്ട് ഫോണിലൂടെ ലോകം കാണുകയാണ്. അദ്ദേഹം വീഡിയോകൾ കാണുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, ലോക കാര്യങ്ങളോട് പ്രതികരിക്കുന്നു. നായകൻ അത്ഭുതത്തോടെ ചോദിച്ചു, ഉസ്താദേ, പണ്ട് മദ്രസയിൽ വെച്ച് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ ഇതൊക്കെ ഹറാമാണെന്ന്? സിനിമയും ഫോട്ടോയും ഒക്കെ പാടില്ലെന്ന് പഠിപ്പിച്ച നിങ്ങൾ തന്നെ ഇന്ന് ഇതിലൂടെ വീഡിയോകൾ കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നുന്നു. ഉസ്താദ് ശാന്തനായി പുഞ്ചിരിച്ചു. അദ്ദേഹം ഫോൺ താഴെ വെച്ചിട്ട് പറഞ്ഞു, മകനെ, അന്ന് ഞങ്ങൾ കണ്ടിരുന്ന സിനിമകളും ചിത്രങ്ങളും മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒന്നായിരുന്നു. എന്നാൽ ഇന്ന് ഈ സാങ്കേതിക വിദ്യ നന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം എന്ന് കാലം തെളിയിച്ചു. ലോകത്തിന്റെ ഏത് കോണിലുള്ള അറിവും ഇന്ന് വിരൽത്തുമ്പിലാണ്. പണ്ട് ഞങ്ങൾ പേടിച്ചത് ആയുധത്തെ ആയിരുന്നില്ല, അത് ഉപയോഗിക്കുന്ന രീതിയെ ആയിരുന്നു. ഇന്ന് ഇത് പ്രബോധനത്തിനുള്ളൊരു വഴിയാണ്. കാലത്തിനനുസരിച്ച് മാറാത്തവൻ ഇരുട്ടിൽ അകപ്പെട്ടു പോകും. സത്യത്തിൽ മാറിയത് നിയമങ്ങളല്ല, മറിച്ച് മനുഷ്യന്റെ ചിന്തകളും ആ സാങ്കേതിക വിദ്യയോടുള്ള സമീപനവുമാണ്. നന്മ പ്രചരിപ്പിക്കാൻ ഏത് മാധ്യമവും ഉപയോഗിക്കാം എന്ന വലിയ പാഠം അവിടെ തെളിയുകയായിരുന്നു. നായകൻ തിരിച്ചറിഞ്ഞു, ഓരോ കാലത്തിനും അതിൻ്റെതായ ശരികളും രീതികളും ഉണ്ടെന്ന്. പഴയ കാലത്തെ ആ ഉസ്താദിന്റെ മറുപടി കേട്ട് നായകൻ ആ മദ്രസയുടെ മുറ്റത്ത് അല്പനേരം മിണ്ടാതെ നിന്നു. ഓർമ്മകൾ പിന്നോട്ട് പോയി. അന്ന് മദ്രസയിലേക്ക് സിനിമയുടെ നോട്ടീസ് അടിച്ചു വന്ന ലോട്ടറി ടിക്കറ്റുകളോ പാട്ടുപുസ്തകങ്ങളോ അറിയാതെ കൊണ്ടുപോയാൽ കിട്ടുന്ന ചൂരൽ കഷായം ഇന്നും അവന്റെ കയ്യിൽ തഴമ്പായി കിടക്കുന്നുണ്ട്. ആ തഴമ്പിൽ തൊട്ടുകൊണ്ട് അവൻ ഉസ്താദിനെ നോക്കി. ഉസ്താദെ, അന്ന് ഞങ്ങൾ കുട്ടികൾ ഒരു ഫോട്ടോ എടുക്കാൻ കൊതിച്ചപ്പോൾ അത് വലിയ പാപമാണെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. ഇന്ന് ഉസ്താദുമാരുടെ തന്നെ പ്രസംഗങ്ങളും ദീനി ക്ലാസുകളും തത്സമയം വീഡിയോകളായി വരുന്നു. ഇതിനെ കാലത്തിന്റെ മാറ്റം എന്ന് ലളിതമായി വിളിക്കാമോ, അതോ നമ്മൾ പണ്ട് പഠിച്ചത് തെറ്റായിരുന്നു എന്ന് പറയേണ്ടി വരുമോ? ഉസ്താദ് തന്റെ കണ്ണട ഊരി മേശപ്പുറത്ത് വെച്ചു. ദൂരെ പള്ളിക്കാട്ടിലെ മരങ്ങൾ കാറ്റിലാടുന്നത് നോക്കി അദ്ദേഹം പറഞ്ഞു തുടങ്ങി, മകനെ, വിദ്യ കൊണ്ട് മനുഷ്യൻ വെളിച്ചമുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ആ വെളിച്ചം എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ പണ്ഡിതന്മാർക്ക് അന്ന് ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. കലയെയും വിനോദത്തെയും ആത്മീയതയുമായി യോജിപ്പിക്കാൻ അന്ന് പലർക്കും പേടിയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു വീഡിയോയിലൂടെ ലോകത്തിന്റെ മറുഭാഗത്തുള്ള ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നന്മയുടെ സന്ദേശം എത്തിക്കാൻ കഴിയുമെന്ന് നാം കാണുന്നു. അന്ന് മദ്രസയിൽ നിന്ന് സിനിമ ഹറാമാണെന്ന് പറഞ്ഞത് ആ വിനോദങ്ങളിൽ മനുഷ്യൻ മുങ്ങിപ്പോകാതിരിക്കാനാണ്. എന്നാൽ ഇന്ന് ഈ മാധ്യമങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനാവില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഇതിനെ നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് നാം ചിന്തിക്കേണ്ടത്. അദ്ദേഹം നായകന്റെ തോളിൽ തട്ടി പറഞ്ഞു, നമ്മുടെ ഉള്ളിലെ ഉദ്ദേശ്യമാണ്, നീയത്ത് എല്ലാത്തിനും പ്രധാനം. ഈ ഫോൺ കൊണ്ട് നിനക്കൊരാളെ ചീത്ത പറയാം, അല്ലെങ്കിൽ ഒരാൾക്ക് നല്ലൊരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാം. പണ്ട് ഞങ്ങൾ പേടിച്ച ആ ഇരുട്ട് ഇന്ന് വെളിച്ചമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യൻ തന്റെ ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടാണ്. നായകൻ ആ മദ്രസ മുറ്റത്തു നിന്നിറങ്ങുമ്പോൾ മനസ്സിൽ വലിയൊരു ഭാരമൊഴിഞ്ഞതുപോലെ തോന്നി.
പഴയകാലത്തെ ഓർമ്മകൾ ഭാരമായി കൊണ്ടു നടക്കേണ്ടതില്ലെന്നും സത്യം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന പ്രവാഹമാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. ഉസ്താദിന്റെ കയ്യിലുള്ള ഫോണിൽ നിന്ന് അപ്പോൾ ആരോ പാടിയ മനോഹരമായ ഒരു കിസ്സപ്പാട്ട് ഒഴുകി വരുന്നുണ്ടായിരുന്നു. അന്ന് ഹറാമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയ പലതും ഇന്ന് ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. ഗ്രാമത്തിലെ പഴയ മദ്രസ കെട്ടിടം ഇന്നും അവിടെ തന്നെയുണ്ട്. പക്ഷെ അതിനുള്ളിലെ ചിന്തകൾക്ക് പുതിയ ലോകത്തിന്റെ വിശാലത കൈവന്നിരിക്കുന്നു. ഓരോ തലമുറയും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, പഴയ കാര്യങ്ങളെ പുതിയ അറിവുകൾ കൊണ്ട് തിരുത്തുന്നു. നായകൻ തന്റെ ഫോൺ കയ്യിലെടുത്തു. ആ പഴയ മദ്രസയുടെയും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിന്റെയും ഒരു ഫോട്ടോ എടുത്തു. ഇത്തവണ ഉസ്താദ് വിലക്കിയില്ല, പകരം ക്യാമറയിലേക്ക് നോക്കി ഒന്നുകൂടി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ പഴയ കാലത്തെ കണിശതകളും പുതിയ കാലത്തെ സ്വീകാര്യതയും ഒരുപോലെ കലർന്നിരുന്നു. വെളിച്ചം എപ്പോഴും മുന്നോട്ടാണെന്നും അത് പുതിയ വഴികൾ വെട്ടിത്തുറക്കുമെന്നും ഉറപ്പിച്ചുകൊണ്ട് അവൻ നടന്നു നീങ്ങി. ആ പുഞ്ചിരിയിൽ നോക്കി നിൽക്കുമ്പോൾ നായകന്റെ മനസ്സിൽ പുതിയൊരു ചോദ്യം മുളപൊട്ടി. അവൻ വീണ്ടും ഉസ്താദിന്റെ അരികിലേക്ക് ചെന്നിരുന്നു. ഉസ്താദെ, നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം. പക്ഷേ അന്ന് നിങ്ങൾ ഹറാമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ച കാര്യങ്ങൾ കേട്ട് ആഗ്രഹങ്ങൾ ഉള്ളിലൊതുക്കി വളർന്ന ഒരു തലമുറയുണ്ട്. അവർക്ക് നഷ്ടപ്പെട്ട ആ കാലം ആര് തിരിച്ചു നൽകും? അന്ന് ഫോട്ടോ എടുത്തതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരും മാറ്റി നിർത്തപ്പെട്ടവരും ഇന്നത്തെ ഈ മാറ്റത്തെ എങ്ങനെയാവും നോക്കിക്കാണുക? ഉസ്താദിന്റെ മുഖത്ത് ഒരു നിമിഷം ഗൗരവം പടർന്നു. അദ്ദേഹം ആഴത്തിലൊന്ന് നിശ്വസിച്ചു. അതൊരു വലിയ ചോദ്യമാണ് മകനെ. നമ്മൾ മനുഷ്യരാണ്. അറിവ് പൂർണ്ണമല്ല. അന്ന് ഞങ്ങൾക്ക് ലഭിച്ച അറിവിന്റെയും അന്നത്തെ സാഹചര്യത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വിധി പറഞ്ഞത്. അത് പലപ്പോഴും കർക്കശമായി പോയി എന്നത് സത്യമാണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പഠിപ്പിച്ച പല കാര്യങ്ങളും ഇന്നത്തെ ലോകത്ത് എത്രമാത്രം പ്രായോഗികമാണ് എന്ന് ഞങ്ങൾക്കും പുനർചിന്തനം നടത്തേണ്ടി വരുന്നുണ്ട്. അദ്ദേഹം തുടർന്നു. മാറ്റങ്ങൾ എപ്പോഴും വേദനയോടെയാണ് വരുന്നത്. പഴയ തലമുറ കെട്ടിപ്പൊക്കിയ മതിലുകൾ പുതിയ തലമുറ പൊളിച്ചു മാറ്റുമ്പോൾ അതിനിടയിൽ ചിലർക്ക് മുറിവേൽക്കാം. പക്ഷേ ആ മാറ്റം അംഗീകരിക്കാതിരുന്നാൽ നമ്മൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാകും. അന്ന് ഹറാമാണെന്ന് പറഞ്ഞവർ ഇന്ന് അതേ പീഠത്തിലിരുന്ന് വീഡിയോ ചെയ്യുന്നതിനെ ചിലർ പരിഹാസത്തോടെ കാണുന്നുണ്ടാകാം. പക്ഷേ സത്യത്തെ ഉൾക്കൊള്ളാനുള്ള ആർജവം കാണിക്കുന്നതാണ് യഥാർത്ഥ അറിവ്. തെറ്റുകൾ തിരുത്താനും കാലത്തിനൊപ്പം സഞ്ചരിക്കാനും തയ്യാറാകുന്നതാണ് വിവേകം. നായകൻ ചിന്തിച്ചു, ഇത് വെറും ഒരു സാങ്കേതിക മാറ്റമല്ല. ഇത് മനുഷ്യന്റെ ചിന്താഗതിയിൽ വന്ന വലിയൊരു വിപ്ലവമാണ്. അന്ന് ഭയപ്പെട്ടിരുന്ന പലതിനെയും ഇന്ന് നമ്മൾ മെരുക്കിയെടുത്തിരിക്കുന്നു. അവൻ ഉസ്താദിനോട് ചോദിച്ചു, അപ്പോൾ നാളെ ഇതിലും പുതിയൊരു കാര്യം വരുമ്പോൾ ഇതേപോലെ നമ്മൾ വീണ്ടും മാറില്ലേ? ഉസ്താദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതാണ് ജീവിതം. പ്രപഞ്ചം നിശ്ചലമല്ല. ദൈവത്തിന്റെ കൽപ്പനകൾ മാറ്റമില്ലാത്തതാണെങ്കിലും അത് മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതി ഓരോ കാലത്തും മാറിക്കൊണ്ടിരിക്കും. പുതിയ അറിവുകൾ വരുമ്പോൾ പഴയ ബോധ്യങ്ങൾ ഇല്ലാതാകും. അന്ന് ഞങ്ങൾ പഠിപ്പിച്ചത് ആ കാലത്തെ ശരികളായിരുന്നു. ഇന്ന് ജീവിക്കുന്നത് ഈ കാലത്തെ ശരികളാണ്. മനുഷ്യൻ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. ആ സംസാരം അവസാനിക്കുമ്പോൾ സൂര്യൻ ചക്രവാളത്തിൽ താഴ്ന്നു തുടങ്ങിയിരുന്നു. മദ്രസയുടെ മട്ടുപ്പാവിലിരുന്ന് നായകൻ ആ ഗ്രാമത്തെ നോക്കി. അവിടെ മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ട്. പഴയ വേലിക്കെട്ടുകൾക്കപ്പുറം പുതിയ ചിന്തകൾ പൂത്തുലയുന്നു. ഹറാമും ഹലാലും തമ്മിലുള്ള അതിർവരമ്പുകൾ കൂടുതൽ വ്യക്തതയോടെയും കരുണയോടെയും തിരിച്ചറിയാൻ തുടങ്ങിയിരിക്കുന്നു. അറിവ് എന്നത് വെറും മനഃപ്പാഠമാക്കലല്ലെന്നും അത് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രയോഗിക്കാനുള്ള വിവേകമാണെന്നും അവൻ ഉറപ്പിച്ചു. ഉസ്താദിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ തന്റെ കയ്യിലുള്ള ഫോണിലേക്ക് അവൻ നോക്കി. അതിൽ വിരിയുന്ന ഓരോ ചിത്രവും വീഡിയോയും വെറും വിനോദമല്ല, മറിച്ച് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ അത് ലോകത്തെ മാറ്റാനുള്ള വലിയൊരു ആയുധമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. വഴിയിലെവിടെയോ വെച്ച് കണ്ട പഴയ കൂട്ടുകാരനോട് അവൻ പറഞ്ഞു, നമ്മൾ പഠിച്ചതിനേക്കാൾ വലിയ പാഠങ്ങൾ ഈ കാലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് കാണാനുള്ള കണ്ണുണ്ടായാൽ മതി. കാലം മാറുമ്പോൾ കാഴ്ചപ്പാടുകളും മാറുന്നു. അന്ന് കണ്ട തെറ്റുകളല്ല ഇന്ന് നമ്മൾ കാണുന്നത്. അന്ന് കേട്ട ശരികളല്ല ഇന്ന് നമ്മൾ കേൾക്കുന്നത്. അറിവ് എന്നത് കെട്ടിക്കിടക്കുന്ന ഒന്നല്ലെന്നും അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണെന്നും ഈ മാറ്റങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ കടന്നുപോന്ന ആ പഴയ മദ്രസ വരാന്തകളും അവിടുത്തെ ഉമ്മറപ്പടികളും ഇന്നും നമ്മുടെ മനസ്സിൽ ഒരു തേങ്ങലായി അവശേഷിക്കുന്നുണ്ടാകാം. എങ്കിലും പുതിയ കാലത്തെ അതിൻ്റെ എല്ലാ നന്മകളോടെയും സ്വീകരിക്കാനുള്ള മനസ്സാണ് യഥാർത്ഥ അറിവ്. ഈ കഥ നിങ്ങളിൽ ചെറിയൊരു ചിന്തയെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ജീവിതത്തിലെ ഇത്തരം കൊച്ചു കൊച്ചു ഓർമ്മകളും വലിയ സത്യങ്ങളും പങ്കുവെക്കുന്ന ഈ ചാനൽ അല്ലെങ്കിൽ പേജ് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി അതൊന്ന് ചെയ്യുമല്ലോ. നിങ്ങളുടെ സ്നേഹവും പിന്തുണയുമാണ് ഇത്തരം കഥകൾ തുടർന്നും എഴുതാൻ എനിക്ക് പ്രചോദനമാകുന്നത്. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ പങ്കുവെക്കുന്ന പുതിയ കഥകൾ അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. മറ്റൊരു നല്ല കഥയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്മകൾ നേരുന്നു. ഈ കൊച്ചു കഥ കേട്ടതിനും വായിച്ചതിനും ഹൃദയം നിറഞ്ഞ നന്ദി.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.